നമുക്ക് പ്രധാനമായിട്ടും 4 യൂണിയൻ ടെറിട്ടറിയാണുള്ളത്. അതായത് ഇത്രേ ഉള്ളൂ. സാധാരണമായിട്ട് ഒരിടത്ത് ഇലക്ഷൻ നടത്തി അവിടെ ഒരു ചീഫ് മിനിസ്റ്റർ, അവർക്ക് താഴെയായിട്ട് ഓരോ സഭകൾ അങ്ങനെയൊക്കെ പോകുന്ന അതെന്ന് പറയുന്നതാണ് സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റ് അല്ലാതെ ചില പ്രദേശത്തെ പ്ലേസുകൾ യൂണിയൻ ടെറിട്ടറികളാക്കി എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരെ യൂണിയൻ ഗവൺമെന്റ് ആയിരിക്കും നോക്കുന്നത്. ഓക്കെ, അവർക്കപ്പോൾ പ്രത്യേകിച്ച് അവർക്കുള്ള നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ നടപ്പാക്കുന്ന മൊത്തം യൂണിയൻ ഗവൺമെന്റ് ആണ്. സോ അങ്ങനത്തെ ഒരു 7 സ്ഥലങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഒന്ന് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ് ഒരു സ്റ്റേറ്റ് ആണ്. പക്ഷേ ചണ്ഡീഗഡ് എന്ന് പറയുന്ന സ്ഥലം ഒരു എന്താണ് യൂണിയൻ ടെറിട്ടറി. ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു, ഡൽഹി, ലക്ഷദ്വീപ്, പുതുച്ചേരി, അല്ലെങ്കിൽ പോണ്ടിച്ചേരി എന്ന് പറഞ്ഞത്. ഈ പോണ്ടിച്ചേരിക്കകത്ത് വരുന്നതാണ് നമ്മുടെ കേരളത്തിനകത്ത് വരുന്ന മാഹി, അതുപോലെ ആന്ധ്രാപ്രദേശിൽ വരുന്ന യാനം. സോ ഈ 2 സ്ഥലങ്ങളും, അതായത് യാനം ഇല്ലാതെ ആന്ധ്രാപ്രദേശ് കിടക്കുവാണ്, മാഹി അകത്ത് കേരളത്തിൽ കിടക്കണം. പക്ഷേ ഇവരൊക്കെ ഈ 2 പ്ലേസസുകൾ പുതുച്ചേരി അതോ പോണ്ടിച്ചേരി എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിക്ക് അകത്ത് വരുന്ന സ്ഥലങ്ങളായത് ആണ്. ഓക്കെ, ഇനി ഒരു സമയപ്പെട്ട് ഇവർ എന്ത് ചെയ്തു, നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിനകത്തുള്ള ലഡാക്കും ജമ്മു ആൻഡ് കാശ്മീർ, അതായത് ജമ്മു ആൻഡ് കാശ്മീരിനകത്തുള്ള ലഡാക്കിനെ യൂണിയൻ ടെറിട്ടറിയാക്കി, ജമ്മു ആൻഡ് കാശ്മീരിനെ യൂണിയൻ ടെറിട്ടറി. അപ്പോൾ എത്രയുണ്ട്? ഇപ്പോൾ ലഡാക്കും ജമ്മു ആൻഡ് കാശ്മീർ 9 യൂണിയൻ ടെറിട്ടറി വന്നു. ഈ സമയം ഇവരെന്തോ ചെയ്തു, ദാദ്ര നാഗർ ഹവേലിനെയും ദാമൻ ആൻഡ് ദിയുവിനെ ഒന്നാക്കി. അപ്പോൾ ഇവർ രണ്ടും കൂടെ 3 ഒറ്റ നമ്പർ വരും. ഇവർ രണ്ടുപേരും മേർജ് ചെയ്തു. അപ്പോൾ 1, 2, 3, 4 ആവും. ഇത് 5, 6, 7, 8. ഇപ്പം നിലവിൽ അങ്ങനെ നമുക്ക് 8 എന്താണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ അഥവാ യൂണിയൻ ടെറിട്ടറീസ് ആണുള്ളത്.